തേർഡ് മൂവിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ എക്സ്പീരിയൻസ്? തേർഡ് മൂവി കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരു ഫിലിം എന്നുള്ള നിലയിലാണ് ഞാൻ എന്നിരുന്ന് കണ്ടത്. ഞാൻ എന്റെ പെർഫോമൻസോ ആരുടെ പെർഫോമൻസോ ഒരു ടെക്നിക്കൽ ലെവലിൽ ഞാൻ ഒബ്സർവ് ചെയ്യാൻ നോക്കിയിട്ടില്ല. ഒരു സിനിമ എന്നുള്ള നിലയിൽ ഓവറോൾ എല്ലാ ആസ്പെക്ട്സും കൂടെ കൂട്ടി ചേർത്ത് കഴിയുമ്പോഴത്തേക്കും ഒരു നല്ല സിനിമയായിട്ട് എനിക്ക് തോന്നുന്നു. ഒരു വയലൻസ് ഉള്ളതാണ് ഓബ്വിയസ്ലി. ഈ റേറ്റിൽ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെതായ കാര്യങ്ങളുണ്ട്. ഇറ്റ്സ് എ ഡയറക്ടർ നല്ല വൃത്തിയായിട്ട് അദ്ദേഹത്തിന്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. ആക്ടേഴ്സ് അവർ ചെയ്യേണ്ട വർക്ക് ചെയ്തിട്ടുണ്ട്. കുറച്ച് അപ്ഡേറ്റ്സ് ഉണ്ട്. ഈ ഒരു വീക്കിനുള്ളിൽ ഈ സിനിമയെ പറ്റിയുള്ള അപ്ഡേറ്റ്സ് ആണ് അറിയിക്കുന്നതായിരിക്കും. മൈ ബെസ്റ്റ് എക്സ്പീരിയൻസ് സോ ഫാർ. എല്ലാവരും ഷൈൻ ചേട്ടൻ മാത്രമല്ല, സൈജു ചേട്ടനെ എടുക്കാം, നന്ദലാൽ കൃഷ്ണൻ, നന്ദുവിനെ എടുക്കാം, അലൻസിയറായിട്ടും ദീപക്കേട്ടൻ തുടങ്ങി എവറിബഡി ലൈക്ക് ഇതിൽ വർക്ക് ചെയ്ത എല്ലാ ആൾക്കാരും ഒരുപാട് ജെന്യൂൻ ആയിട്ട് സിനിമയോട് അവരുടെ കമ്മിറ്റ്മെന്റ് കൊടുത്തു. അതിന്റെ ഒരു ഗ്രേസ് ഓർ ഗോഡ്സ് ബ്ലെസ്സിങ് ഇതിന് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. That's as much as I can say about the film. ബാക്കി പ്രേക്ഷകർ കാണട്ടെ, കാണുമെന്നുള്ള പ്രതീക്ഷ. ഒരു ഡയറക്ടറിന് എന്നെ കണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്ന സമയത്ത് അദ്ദേഹം ആ ഒരു ഡയറക്ടർ ആരാവട്ടെ അവരെന്നെ അപ്രോച്ച് ചെയ്യുമ്പോൾ അത് എനിക്കും കൂടെ ചെയ്യാൻ എനിക്ക് അതിനുള്ള കഴിവുണ്ടോ, കേപ്പബിലിറ്റി ഉണ്ടോ എന്ന് തോന്നുമ്പോൾ അങ്ങനെ കഥ വന്നാൽ തീർച്ചയായിട്ടും ഞാൻ വർക്ക് ചെയ്യാൻ നോക്കുന്ന ഒരാളാണ്. ഈ ഇൻഡസ്ട്രിയിൽ ഈ ജോലിയിൽ എനിക്ക് വർക്ക് ചെയ്ത് നിലനിൽക്കുന്ന ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അതിനുള്ള ശ്രമം ഞാൻ ഇടുന്നേ ഉള്ളൂ. ഞാൻ അന്ന് JSK മുന്നേ ഒരു 20 days ഒരു വർക്ക്ഷോപ്പ് ചെയ്ത്, അല്ലാതെ ഞാൻ അഭിനയം പഠിച്ചിട്ടൊന്നുമില്ല. അഭിനയം അങ്ങനെ പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. എക്സ്പീരിയൻസ് കൊണ്ട് മാത്രമേ ഇതിൽ ഗ്രോ ചെയ്യാൻ പറ്റും. അത് എത്രയൊക്കെ പഠിച്ചാലും നിന്ന് വർക്ക് ചെയ്ത് ഇതിൽ വളരുന്നത് വേറൊരു എക്സ്പീരിയൻസ് ആണ്. അതിൽ വളർച്ച വരുന്ന പോലെ ഒന്നിനും കിട്ടത്തില്ല. അല്ല, അച്ഛൻ പ്രിവ്യൂ കണ്ടിട്ടില്ല. സിനിമ ഇനി തിരക്കൊഴിയുന്ന സമയത്ത് ചെയ്യാം. സിനിമ കാണുക. ലൈക്ക് ഐ സെഡ്, ഈ സിനിമയെ പറ്റി തന്നെ നെക്സ്റ്റ് ഒരു 1 week പല അപ്ഡേറ്റ്സും തരുന്നതായിരിക്കും. സം തിങ്സ് യു മൈറ്റ് ഹവ് എക്സ്പെക്ടഡ്, സം തിങ്സ് യു മൈറ്റ് നോട്ട് ഹവ് എക്സ്പെക്ടഡ്. പക്ഷേ ഈ ഇരിക്കുന്ന വേർഷൻ സിനിമയായിട്ട് പോയി കാണുക. ഐ ക്യാൻ ഗ്യാരണ്ടി യു വോണ്ട് ഗെറ്റ് ബോർഡ്. നിങ്ങൾ നിങ്ങളുടെ കാശ് ചെലവാക്കി പോയത് എന്തിനായിരുന്നു എന്നുള്ളൊരു തോട്ട് ഇതിന് എന്തായാലും വരത്തില്ല. കാര്യം എന്റെ സ്വന്തം ഒരു സിനിമയ്ക്ക് എനിക്കത് വന്നിട്ടുണ്ട്. അപ്പൊ എനിക്കത് ഒരു പ്രേക്ഷകർ അങ്ങനെ ഒരു തോട്ട് വരുന്നതിൽ എനിക്ക് ഐ ഡോണ്ട് തിങ്ക് there's an issue with that. But for this one, this will be worth your time. You'll be entertained. അതിപ്പോ ആരായാലും ചേട്ടാ, ഞാൻ പറഞ്ഞല്ലേ, ഇപ്പൊ 2ാമത്തെ സിനിമയിൽ നിന്ന് 3ാമത്തെ സിനിമയുടെ ടൈം പോകുന്നത്. അങ്ങനെ സിനിമ കൂടുന്തോറും വർക്ക് കൂടുന്തോറും ഞാനായോണ്ടല്ല, ആരായാലും അങ്ങനെ ആവത്തുള്ളൂ. അങ്ങനെ എല്ലാവർക്കും അവസരം കിട്ടണം. അതേപോലെ എനിക്കും അവസരം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നേ ഉള്ളൂ. That's nothing else. അഭിനയം കൊണ്ട് മാത്രമല്ല, അഭിനയത്തിനെ പറയാൻ ഒരുപാടുണ്ട്. എന്റെ സ്വന്തം അഭിനയത്തിന്